ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുക്കിനെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഏകദേശം കുറച്ച് പേരൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നാ പറഞ്ഞത് അത് ഉണ്ടാക്കിയൊക്കെ നോക്കി. എന്നിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മളിന്ന് ചെറിയൊരു എന്താ പറയുക ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാം പിള്ളേർക്ക് വെറുതെ ഇരിക്കുമല്ലേ, ഇപ്പം കൊറോണയൊക്കെ അല്ലേ, ഇപ്പോൾ സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഷോപ്പിലൊന്നും പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ഈ വീഡിയോ ഉൾപ്പെടുത്താമെന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ? ഓക്കെ. ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ നമുക്കൊരു കാർഡ്ബോർഡ് വേണം. പിന്നെ നമുക്ക് ഗമ്മ ഏതായാലും മതി. ഇതിപ്പോൾ ഞാൻ ഫെവിക്കോളാണ് ഇപ്പം എൻ്റെ ഉള്ളത്. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പർ, പിന്നെ 2 ഈർക്കിൽ, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 2020 ഫെഡറൽ ബാങ്കിൻ്റെ കളണ്ടറാണ്. ഇപ്പോൾ ഇതേന്നല്ലേ, ഇതിനകത്ത് നല്ല അടിപൊളി സീനറിയ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കും. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ 2020 നല്ല നല്ല കളണ്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതുണ്ട്, ഇത് കറക്റ്റ് ഈ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ നമുക്കിത് ഫ്രെയിം ഉണ്ടാക്കണം. ഇത് നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ക്വയർ ആയപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ കാർഡ്ബോർഡ് ഇച്ചിരി വെക്കാത്തതുകൊണ്ട് കുറവായതുകൊണ്ട് ഞാൻ ഈ ഷേപ്പ് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇപ്പം എനിക്കിപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുന്നില്ല. ഇപ്പം നേരെ കട്ട് ചെയ്യാൻ പോകും. അതേ ഓരോ ഫ്രെയിമിന് വേണ്ടി നമ്മൾ കറക്റ്റ് ഈ ഒരു അടുത്തിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. എനിക്ക് സ്കെയില് കണ്ടില്ല, വീണ്ടും അകത്തങ്ങോട്ടിരിക്കുകയാണ്. തൽക്കാലം ആൻസർ പ്ലേറ്റ് ഇട്ട് കട്ട് ചെയ്യാൻ മതി. എടുത്തിരിക്കുകയാണ് നമ്മൾ ഈ സ്ക്വയർ ആക്കാനായിട്ട് നമ്മൾ ഈ ഷേപ്പിൽ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് ഇതുപോലെ വേണം നമ്മുടെ ഫോട്ടോ ഫ്രെയിം വരാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ ഇതൊരു കറക്റ്റ് ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഷേപ്പ് നമ്മളിതിന് ഒട്ടിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എനിക്കിപ്പോൾ കാർഡ്ബോർഡ് കുറവുള്ളതുകൊണ്ടാണ് ഈ ഷേപ്പ്. അതിന് നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അതാകുമ്പം ഇച്ചിരി എളുപ്പമാണ്. ഇപ്പം എനിക്ക് ഇതില്ലാത്തതുകൊണ്ടാണ്, കാർഡ്ബോർഡ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് നമ്മളിത് ഇത് കറക്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പം എന്താ പറയുന്നത് കറക്റ്റ് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് 4 സൈഡിൽ കൂടെ ഒട്ടിച്ചാണ്. അപ്പോൾ അടുത്ത പ്രയോജനം പറഞ്ഞാൽ നമ്മൾ ഇനി ഇത് മൊത്തം ഒന്ന് നമ്മൾ കുറച്ച് ഈ ഗമ്മ ഒന്ന് വെച്ച് വെക്കാം. നമ്മൾ ഫുള്ള് നമ്മൾ കോട്ടിങ് വേണ്ടത് ഇവിടെ കവർ ചെയ്ത് നമ്മൾ അത്യാവശ്യം പുറം വശമാണെങ്കിൽ തിരിച്ചു ന്യൂസ് പേപ്പർ നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മളിത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എടുത്ത് ഈർക്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് ഈ 4 സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് ഫസ്റ്റ് നേരിൽ നമ്മൾ 4 സൈഡിൽ ഈർക്കിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡ് നമ്മൾ പൊട്ടിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളൊന്ന് കവർ ചെയ്യാം പേപ്പർ വെച്ച്. നമ്മൾ ഈ 4 സൈഡും പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. നടുക്കത്ത് ഇനിയിപ്പോൾ നമ്മൾ കവർ ചെയ്യണ്ട. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ചെങ്കിൽ അത്യാവശ്യം നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ വരത്തുള്ളൂ. അപ്പോൾ പെയിൻറ്റ് നമുക്ക്
ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. അതാകുമ്പം കറക്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, നമ്മളിനി ഇതിനടിക്കാൻ പോകുന്നത് ബ്ലാക്ക് പെയിൻ്റാണ്. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നമ്മളിത് മുമ്പേ പെയിൻ്റൊക്കെ അടിച്ചത് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിക്കണം. കലണ്ടറിൻ്റെ മുമ്പേ കട്ട് ചെയ്തിട്ട് മിച്ചം വന്നത് നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു അപ്പോൾ നമ്മുടെ ഫോട്ടോയും ഫ്രെയിമും നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. വീടിൻ്റെ അകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാനപ്പം കൂടുതൽ സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് സ്ഥലങ്ങളൊന്നും പറ്റിയ സ്ഥലമൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഒന്നും വെക്കാൻ സൗകര്യമില്ല. പിന്നെ നോക്കിയിട്ട് ആകെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കിയെല്ലാം ഏകദേശം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കൊക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്ത് വെച്ചില്ല, ഇത് ഞാൻ അകത്ത് വെച്ചു. ആദ്യമായിട്ട് ഉണ്ടാക്കിയില്ല, അപ്പോൾ അകത്തിരിക്കട്ടെന്ന് കരുതി. പിന്നെ രണ്ടെണ്ണത്തിന് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ പുറത്ത് വെക്കും. അതിനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. കുക്കിനുണ്ടാക്കുന്ന വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ അതൊന്ന് പോയി മേളത്തെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. കാണാം, നല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ലിങ്ക്. ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം നമുക്ക് ഈ വിത്തിലോട്ട് സെറ്റാക്കി. ഫുള്ള് സെറ്റ് ചെയ്തതേ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.